ഇന്നലത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. നമ്മുടെ ശാസ്താംകോട്ട അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ എത്ര ദൂരെയാണെങ്കിലും തിരക്കുണ്ടെങ്കിലും ഞാൻ ഈ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് എങ്ങനെയായാലും വന്നിരിക്കും. നാട്ടിൽ കാലുകുത്തിയത് മാത്രം ഓർമ്മയുണ്ട്. നേരെ കൂട്ടുകാരൻ വന്ന് അവൻ്റെ വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ. ഉത്സവമായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം ഉത്സവ ലഹരിയിലാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി നിന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ കെട്ടുകാഴ്ചയ്ക്കുള്ള ഐറ്റംസിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടുത്തെ പയ്യന്മാർക്കൊക്കെ ടാറ്റ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി റെഡിയായിട്ട് ഉത്സവ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഇത് കുമ്പളത്ത് മുക്കെന്ന് പറയും. അപ്പോൾ അവിടുത്തെ ഉത്സവ കാഴ്ചയും കണ്ട് ഞാൻ നേരെ വണ്ടി കൊണ്ടുവന്ന് വെച്ച് ആഞ്ഞിലുമൂട്ടി വണ്ടിയും വെച്ച് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഇത് ഫിൽട്ടർ ഹൗസിൻ്റെ ഏരിയ ആണ്. കെട്ടുകാഴ്ചകളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുകയാണ്. രാത്രിയൊക്കെ ആവും എല്ലാം ഒരുമിച്ച് കുടക്കീഴിലേക്ക് വരാൻ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ് ഏരിയ. പിന്നെ ഭഗവാനെയും കണ്ട് കുറച്ച് നേരം അവിടെ എല്ലാം നിന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെയും കെട്ടുകാഴ്ച കാണാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഈ വർഷം എന്തോ കെട്ടുകാഴ്ച കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി തീർന്നപ്പോൾ തന്നെ ഒരു 12 മണിയായി. അത് കഴിഞ്ഞിട്ടാണ് ആറാട്ട് കഴിഞ്ഞത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്ലോട്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അമ്പലത്തിൻ്റെ മതിൽപ്പുറത്ത് കയറി വന്നിരുന്നു. കെട്ടുകാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം നേരെ ഭഗവാൻ ആറാട്ടിന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഭഗവാന്റെ ആറാട്ടും കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ശാസ്താംകോട്ടക്കാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാനം. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. വീണ്ടും കാണാം.